ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂനപക്ഷങ്ങൾക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നതിന് ശ്രമിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. MTയുടെ വിയോഗം സാഹിത്യ ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമെന്ന് ഷവലിയർ സി ചാക്കുന്നി. പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തട്ടാൻ വിഭാഗത്തിന് ജനസംഖ്യാനുപാതികമായി സംവരണാനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് തട്ടാൻ സർവീസ് സൊസൈറ്റി. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് സംസ്ഥാന കലോത്സവം കോഴിക്കോട്. നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ക്ഷേത്രങ്ങളിൽ മണ്ഡല മഹോത്സവത്തിന് സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ന്യൂനപക്ഷങ്ങൾക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നതിന് ശ്രമിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്തുന്നതിലും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചുവെന്നും കാന്തപുരം അനുസ്മരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ കഴിഞ്ഞുപോയ പലരുടെയും ഇടയിൽ വ്യത്യസ്തനായിരുന്നു ഇപ്പോൾ അന്തരിച്ച മൻമോഹൻ സിംഗ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നതിനും അദ്ദേഹത്തിൻ്റെ കാലത്ത് പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. സച്ചാർ കമ്മീഷൻ നിശ്ചയിച്ചതും എല്ലാം പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രാജ്യത്തുള്ള മുഴുവൻ വ്യക്തികളോടും ഒരുപോലെ സ്നേഹമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ ഞങ്ങൾ അനുശോചനം അറിയിച്ചുകൊള്ളും. ഞങ്ങളുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ അനുശോചനങ്ങളും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. MTയുടെ വിയോഗം സാഹിത്യ ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ പ്രസിഡന്റ് ഷവലിയർ സി ചാക്കുന്നി. പൊതുജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കിയ മഹാനായിരുന്നു MT എന്നും അദ്ദേഹം പറഞ്ഞു. പകരക്കാരനില്ലാത്ത അതുല്യ പ്രതിഭയായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ MT വാസുദേവൻ നായർ. ഉജാല ഫിലിം അവാർഡ് തെരഞ്ഞെടുത്ത വിവരമറിയിക്കാനാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ നേരിൽ കാണാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ വേർപാട് ചലച്ചിത്ര സാഹിത്യ മേഖലയ്ക്ക് മാത്രമല്ല, മലയാളികൾക്ക് എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞാനും പ്രധാന സംഘടനയുടെ പേരിലും കുടുംബത്തിന്റെ പേരിലും ആദരാഞ്ജലികൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തട്ടാൻ വിഭാഗത്തിന് ജനസംഖ്യാനുപാതികമായി സംവരണാനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് തട്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന കൌൺസിൽ യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത്. തട്ടാൻ സർവീസ് സൊസൈറ്റി TSSന്റെ സംസ്ഥാന കൌൺസിൽ യോഗം കോഴിക്കോട്ട് ചേർന്നു. TSSന്റെ പുതിയ വെബ്സൈറ്റ് സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ പൊന്നൊളി ഉദ്ഘാടനം ചെയ്തു. ശങ്കരൻ കമ്മീഷൻ കണ്ടെത്തിയ പിന്നോക്കാവസ്ഥ പഠിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നമ്മുടെ സമുദായം, വിശ്വകർമ്മ സമുദായം പല പല രീതികളിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി പല പല സംഘടനകൾ ഉണ്ടാക്കി ഈ വിശ്വകർമ്മ സമുദായത്തെ ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്നു.
ഏകദേശം 10-60ഓളം സംഘടനകളാണ് ഇന്ന് വിശ്വകർമ്മ സമുദായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശ്വകർമ്മ സമുദായത്തിന് ഐക്യമില്ല, അഖണ്ഡതയില്ല, ഏകോപനമില്ല. ഇത്തരത്തിലുള്ള ഒരു സമുദായത്തിൽ നിന്നും നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നതെങ്കിലും നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തത് അസംഘടിതരായതുകൊണ്ടാണ്. ജനറൽ സെക്രട്ടറി പി അശോകൻ വടകര മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ മണ്ടൂർ, ട്രഷറർ ടി വാസുദേവൻ പാണ്ടിക്കാട്, സെക്രട്ടറിമാരായ MK രാധാകൃഷ്ണൻ, സുനിൽകുമാർ പരിയാമ്പുരത്ത്, അരുൺകുമാർ MK, സുധീർ കരിക്കൽ എന്നിവരും വിവിധ ജില്ലാ ഭാരവാഹികളും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് സംസ്ഥാന കലോത്സവം കോഴിക്കോട്ട് അരങ്ങേറി. സിനിമാ താരം വിനു മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജില്ലകളിൽ നിന്നും 800-ൽ പരം വിദ്യാർത്ഥിനികളാണ് കലാമേളയിൽ പങ്കെടുത്തത്. മോണോ ആക്ട്, ലളിതഗാനം, സംഘഗാനം, നാടൻപാട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം, ഭരതനാട്യം, തിരുവാതിര, ഒപ്പന എന്നീ സ്റ്റേജിന മത്സരങ്ങളും കഥാരചന, കവിതാരചന, ചിത്രരചന തുടങ്ങിയ സ്റ്റേജ് ഇതര മത്സരങ്ങളും നടന്നു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം വിനു മോഹൻ നിർവഹിച്ചു. കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളും കൂടാണ് ഞാൻ വെക്കേഷൻ സമയത്തൊക്കെ അവരുടെ കൂടെ. അപ്പോൾ പലപ്പോഴും ഞാൻ പേരൻസിനോടും ഒക്കെ പറയാറുണ്ട്, നമ്മൾ പേരൻസ് നമ്മളൊരു കുട്ടികളെ വളർത്തി അവർ വീട്ടിൽ മോൾഡ് ചെയ്ത് വരുമ്പോൾ പക്ഷെ അവർ കറക്റ്റ് ആ ഒരു മോൾഡ് ചെയ്ത് വരുന്ന ആ രൂപത്തെ കറക്റ്റ് മിനുസപ്പെടുത്തി വളരെ പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്യേണ്ടത് ടീച്ചേഴ്സാണ്, അല്ലെ? ടീച്ചേഴ്സാണ് ശരിക്കും കുട്ടികൾക്ക് അവരുടെ ആ ഒരു വീട്ടിൽ ശരിക്കും കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ചിലപ്പം അച്ഛനമ്മയുടെ ഒരു വഴക്കിടും, ബഹളം വെക്കും. പക്ഷേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അവർക്കൊരു ബഹുമാനത്തോടെ ഏതൊരു കുട്ടിക്കും, അത് ഇൻബോൺ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു കാര്യം. പ്രത്യേകിച്ച് പ്രീ പ്രൈമറി നമ്മളൊരു KG സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സാറ് പറഞ്ഞൊരു പേപ്പർ തന്നെയാണ്. നമുക്ക് എന്തും എഴുതി വെക്കാറില്ല, ആ കുട്ടിയെ ഏത് തരത്തിലേക്ക് നമുക്ക് വളർത്താം. പ്രത്യേകിച്ച് ഈ ഒരു സിസ്റ്റത്തിൽ അവരുടെ കഴിവ് അറിഞ്ഞ് അവരെ എക്സ്പെരിമെന്റ് ചെയ്ത്. മുൻ MLA പുരുഷൻ കടലുണ്ടി മുഖ്യാതിഥിയെ പങ്കെടുത്തു. പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ, KEC ചെയർമാൻ പ്രതാപ് മൊണോലിസ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ KB മദൻലാൽ തുടങ്ങിയവരും സംസാരിച്ചു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ സാന്ത്വന പരിചരണ പരിപാടിയിൽ പങ്കെടുത്ത കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗങ്ങളെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദരിച്ചു. ടീച്ചർ ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൈതപ്രം വിശ്വനാഥൻ മാസ്റ്ററുടെ 3ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ കോഴിക്കോട്ട് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 29-ന് BM സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ മാസ്റ്ററുടെ ശിഷ്യന്മാർ നേതൃത്വം നൽകുന്ന സംഗീത നിശ അരങ്ങേറും. കൈതപ്രം വിശ്വനാഥൻ മാസ്റ്ററുടെ ഓർമ്മ ദിവസമായ ഡിസംബർ 29-ന് വൈകിട്ട് മാനാഞ്ചിറ BM സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം MLA തോട്ടത്തിലെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ പ്രസിദ്ധ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ മുഖ്യാതിഥിയായി എത്തും. പിന്നണി ഗായകരും സംഗീത സംവിധായകരുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കല്ലറ ഗോപൻ, ചെങ്ങന്നൂർ ശ്രീകുമാർ, അജിത്ത് നമ്പൂതിരി,
പിന്നണി ഗായകനും ആകാശവാണി അനൗൺസറുമായ ആർ കനകാംബരൻ, പ്രശസ്ത വയലിനിസ്റ്റ് TH ലളിത, സംഗീത അധ്യാപികയായ ഗീതാദേവി വാസുദേവൻ, കുച്ചിപ്പുടി നർത്തകി ദീപ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുക്കുമെന്ന് കൈതപ്രം വിശ്വനാഥൻ സാംസ്കാരിക വേദി ഭാരവാഹികളായ PP കുമാരൻ, K ശ്യാംജിത്ത്, നിഷ P തുടങ്ങിയവർ അറിയിച്ചു. സ്വാധീന കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു വിശ്വനാഥ മാഷ്. ഇപ്പോൾ വിശ്വനാഥ മാഷിന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ രക്ഷിതാക്കളും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അത്തരത്തിൽ ആ സംഘടനയുടെ ഒരു പ്രഥമ ഒരു പൊതു രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മാഷിന്റെ 3ാം വാർഷിക ദിനത്തിൽ നടക്കുന്നത്. അനുസ്മരണ സമ്മേളനവും തുടർന്ന് നടക്കുന്ന സംഗീത ദിശയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബംഗ്ലാവ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് സമാപനമായി. ഉത്സവ ദിവസങ്ങളിലെ ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളും ക്ഷേത്ര വാദ്യ സംഘത്തിന്റെ വാദ്യമേളവുമാണ് ഉത്സവത്തിന്റെ ആകർഷണം. മീഞ്ചന്ത ബംഗ്ലാവ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം വൃശ്ചികം 1 ആരംഭിച്ച് 41 ദിവസത്തെ വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം സമാപിച്ചു. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും നാമജപങ്ങളും പ്രത്യേക പൂജകളും നടന്നു. മണ്ഡല സമാപനത്തിന്റെ ഭാഗമായി നാടകവും നൃത്തസന്ധ്യയും ഓട്ടം തുള്ളലും ഭക്തിഗാനസുധയും അരങ്ങേറി. ക്ഷേത്ര പരിസരം ദീപാലങ്കാരവും ഒരുക്കി ആകർഷകമാക്കി. ആഘോഷവരവ് തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ ആരംഭിച്ചു. ബംഗ്ലാവ് ക്ഷേത്ര വാദ്യസംഘത്തിന്റെ തായമ്പകയും പഞ്ചവാദ്യവും ഉത്സവത്തിന് മിഴിവേകി. ക്ഷേത്രം മേൽശാന്തിയുടെയും നിറഞ്ഞ ഭക്തരുടെയും സാന്നിധ്യത്തിൽ കൊടിയിറക്കിയതോടെ മണ്ഡല ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കർപ്പൂരാഴി ഭക്തിസാന്ദ്രമായി. മണ്ഡല സമാപനത്തിന്റെ ഭാഗമായാണ് കർപ്പൂരാഴി നടന്നത്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മണ്ഡല സമാപന ദിവസത്തിന്റെ ഭാഗമായി അയ്യപ്പ ലക്ഷാർച്ചന നടന്നു. ലക്ഷാർച്ചനയ്ക്ക് ശേഷം നിവേദ്യം, ദീപാരാധന, ശനിപ്രസാദ ഹോമം എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭിക്ഷയും സംഘടിപ്പിച്ചു. മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി മണ്ഡല പൂജയും മഹാനിവേദ്യവും നടന്നു. വൈകിട്ട് ക്ഷേത്രത്തിൽ കർപ്പൂരാഴിയും ഭഗവത് എഴുന്നള്ളത്തും ഭജനയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യപുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ, ക്ഷേത്രം മുഖ്യപുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദി കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. ജനറൽ മാനേജർ ഇ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർമാരും അംഗങ്ങളും പങ്കെടുത്തു. ദി കാലിക്കറ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് എ ക്ലാസ് മെമ്പർമാരുടെ 2023-24 വർഷത്തെ പൊതുയോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. അധ്യക്ഷ പ്രസംഗം, കഴിഞ്ഞ പൊതുയോഗത്തിന്റെ മിനിറ്റ്സ് റെക്കോർഡാക്കൽ, 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കൽ, ഓഡിറ്റ് റിപ്പോർട്ടും ന്യൂനത പരിഹാര റിപ്പോർട്ടും അവതരിപ്പിക്കൽ, ഡിവിഡന്റ് സമീകരണ ഫണ്ടിൽ നിന്നും ഡിവിഡന്റ് നൽകുന്നത് അംഗീകരിക്കൽ എന്നിവയായിരുന്നു പ്രധാന അജണ്ടകൾ. ജനറൽ മാനേജർ ഇ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് സഹകരണ മേഖല കൂടുതൽ കരുത്തോടെ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞകാല പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ സഹകരണ ബാങ്കിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് 25 വർഷ സിൽവർ ജൂബിലി കഴിഞ്ഞിരിക്കുന്ന പിന്നീട് അവസ്ഥയിൽ ഹൃദയത്തോട് ചേർത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, സഹായിച്ചിട്ടുള്ളത്, പിന്തുണ നൽകിയിട്ടുള്ളത്. അത്
തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ ഓർമ്മിക്കുകയാണ് ഈ അവസരത്തിൽ. വരും കാലങ്ങളിലും നിങ്ങളുടെ ഹൃദയംഗമായ സഹകരണം ഉണ്ടാവണം. ചെയർമാൻ TV നിർമ്മലൻ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് OM ഭരദ്വാജ്, ഡയറക്ടർമാരായ AV വിശ്വനാഥൻ, T രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് MK ദിനേശൻ, PV ശരത്, PP കനകലത, TV കുഞ്ഞായിൻകോയ, KP സലീം, V ലതാ ചന്ദ്രദാസൻ, M രതി തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് കാവ്യ പുരസ്കാര സമർപ്പണവും 3 സാഹിത്യ കൃതികളുടെ പ്രകാശനവും നടന്നു. എഴുത്തുകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനവും കാവ്യ പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ ആമുഖ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരങ്ങളായ രമാദേവി കാവ്യഭാഷിണി എന്ന സാഹിത്യകൃതിയും നന്ദകിഷോർ ഇത് ഞങ്ങളുടെ ഭാഷയല്ല എന്ന സാഹിത്യകൃതിയും പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് എന്ന വിദ്യാർത്ഥികളുടെ പുസ്തകവും പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഓഫ് ലവ് സന്ദേശ പ്രഭാഷണം കൃപാ പ്രദീപൻ നിർവഹിച്ചു. കവി ഫ്രെഡി പൗലോസ്, എഴുത്തുകാരി ഡോക്ടർ ഹസീന ബീഗം എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. ലോക കേരള സഭ അംഗം PK കബീർ സലാല, മാധ്യമപ്രവർത്തകൻ റിയാദ് S ഖാൻ, ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്കും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ ലൈബ്രറിയിലേക്കും പുസ്തകങ്ങൾ സൗജന്യമായാണ് നൽകിയത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 12 കാവ്യ പ്രതിഭകൾക്ക് കാവ്യ പുരസ്കാരവും പൊന്നാടയും ചടങ്ങിൽ നൽകി ആദരിച്ചു. ഡോക്ടർ ഹസീന ബീഗം അബുദാബി, ജെസ്സി MP കോഴിക്കോട്, ജോസ് VT വെള്ളിപ്പാലം, സുരേഷ് വടകര, സുമിയ K കൊടിഞ്ഞി, അജിത് കുമാർ, രാമകൃഷ്ണൻ പാലക്കാട്, ഗോപിക അരവിന്ദ് കോട്ടയം, അമീന സുഗതൻ പത്തനംതിട്ട, നൌഫൽ മുതുവാടൻ, അബു താഹിർ, ജയശ്രീ ശ്രീകുമാർ എന്നീ പ്രതിഭകളെയാണ് കാവ്യ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കര, കവികളായ എളവൂർ വിജയൻ, പാലോട്ട് ജയപ്രകാശ് എന്നിവരും വിശിഷ്ടാതിഥികളായി എത്തി. കവയിത്രിമാരായ സുഹ്ര ഗഫൂർ, ഷീന മനോജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മികച്ച സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്. നേട്ടത്തിൽ ആഹ്ലാദമറിയിച്ച് സഹകാരി ഘോഷയാത്ര നടത്തി. ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഇടപെടലുകളും സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിനെ മികച്ച സഹകരണ ബാങ്കിനുള്ള എക്സലൻസ് അവാർഡിനായി പരിഗണിച്ചത്. അവാർഡ് നേടിയതിന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടും ബാങ്കിലെ അംഗങ്ങൾക്കും നിക്ഷേപകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും സഹകാരി ഘോഷയാത്ര സംഘടിപ്പിച്ചു. മാത്തോട്ടത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ബാങ്ക് പ്രസിഡന്റ് M ആനന്ദകുമാർ, വൈസ് പ്രസിഡന്റ് KV ശിവദാസൻ, സെക്രട്ടറി VK രാധാദേവി, ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ് വാർഷികത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നു. ഊർജ്ജ മേഖലയിലെ നൂതന പ്രവണതകൾ എന്ന സെമിനാർ ഡിസംബർ 28-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും.
ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ് KSEB-യിലെ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടനയാണ്. 2012 രൂപീകരിച്ച സംഘടനയാണ്. സംഘടനയുടെ 12ാം വാർഷിക സമ്മേളനമാണ് നാളെ രാവിലെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഉച്ചയ്ക്ക് ശേഷം ഈ സെമിനാർ നടത്തുന്നത്. ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ് സംഘടനയുടെ 12ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാർ ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. കെൽട്രോൺ ചെയർമാൻ N. നാരായണമൂർത്തി സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എനർജി സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ P. രാജൻ മോഡറേറ്ററാകും. ഫീക്ക് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MG സുരേഷ് കുമാർ വിഷയം അവതരിപ്പിക്കും. KSEBL ട്രാൻസ്മിഷൻ ഡയറക്ടർ S. ശിവദാസ്, NIT അസോസിയേറ്റ് പ്രൊഫസർ S. കുമാരവേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ബോസ് ജേക്കബ്, K. രാധാകൃഷ്ണൻ, NP അശോകൻ, ജോർജ് ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ആഗോള താപനം എന്ന് പറയുന്നത് ഇപ്പം വലിയൊരു വിഷയമാണ്. COP29 ഇപ്പം അവസാനിച്ചിട്ടേ ഉള്ളൂ. അതിലൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് ആഗോള താപനം. ആഗോള താപനത്തിന് കാരണമാകുന്ന ഈ കാർബൺ ബഹിർഗമനം, അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഊർജ ഉൽപാദന നിലയങ്ങളാണ്. കൽക്കരി തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ ഉൽപാദനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂനപക്ഷങ്ങൾക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നതിന് ശ്രമിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. MT-യുടെ വിയോഗം സാഹിത്യ ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമെന്ന് ഷവലിയർ C. ചാക്കുണ്ണി. പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തട്ടാൻ വിഭാഗത്തിന് ജനസംഖ്യാനുപാതികമായി സംവരണാനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് തട്ടാൻ സർവീസ് സൊസൈറ്റി. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് സംസ്ഥാന കലോത്സവം കോഴിക്കോട്ട്. നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ക്ഷേത്രങ്ങളിൽ മണ്ഡല മഹോത്സവത്തിന് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.